ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിനോദാണെന്നുണ്ടെങ്കിൽ സുചിത്രനെ കാണണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെച്ച് കാണണമെന്നാണ് പറയണത്. അങ്ങനെ സുചിത്ര വിനോദിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. വിനോദിനോട് ചോദിക്കേണ്ടത് എന്താ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ, അല്ല നിൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിരുന്നല്ലോ, എങ്ങനെയുണ്ട് ഇപ്പം വിവാഹം കഴിഞ്ഞിട്ടൊക്കെ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, ചേച്ചിയൊന്നും അങ്ങനെ വിട്ടു പറയാത്ത ടൈപ്പാണല്ലോ എന്ന് പറയാണ്. എന്നാലും ഏടത്തിനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാണ്. ഏടത്തിയോ? അതെങ്ങനെയാ എൻ്റെ ചേച്ചി നിൻ്റെ ഏടത്തിയാവണത് എന്ന് പറയുമ്പോൾ, നിൻ്റെ ചേച്ചിയാണ് മുമ്പേ എൻ്റെ ഏടത്തിയാണതെന്ന് പറയാണ്. അത് ഏത് വകയിലാ? അതെനിക്കറിയില്ലല്ലോ. മഹേഷ് ചന്ദ്രൻ നിൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മാത്രം ഏടത്തി ആവില്ലല്ലോ. ഞാൻ പറയുമ്പോൾ ഏടത്തിന്ന് പറഞ്ഞെന്നുള്ളൂ. എനിക്കെന്തോ അവരെ കാണുമ്പോൾ ഒരു ഏടത്തി എന്ന് വിളിക്കാനാണ് തോന്നുന്നത്. നീ എന്തെങ്കിലും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. നീ എന്താ ഇഷിതേച്ചി സൂക്ഷിക്കണമെന്നൊക്കെ പറയണത്? എന്തോ എനിക്കങ്ങനെ തോന്നി. കാരണം നിനക്കറിയാലോ അൻസാരിദാസ്, അയാളുടെ സ്വഭാവം, അയാളുടെ പാർട്ടിയിലാണ് ഞാനുള്ളത്. അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ കണ്ണെടുത്താൽ കണ്ടുടാ. അപ്പം അതുകൊണ്ട് തന്നെ ഏടത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും ഏടത്തിനെ കുഴി ചടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നോക്കും. അതുകൊണ്ടൊരു പ്രത്യേക കണ്ണ് ഏടത്തിയുടെ വേണം എന്ന് പറയാണ്. ശരിയെന്ന് സുചിത്ര പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മറുവീട് കാണാൻ വേണ്ടി വരില്ല എന്ന് പറയുമ്പോഴേക്കും ഇഷിത അത് വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇഷിത ഫോണിൽ മഹേഷിനോട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണ പോലെ കാണുക കേട്ടോ. എന്തായത്, ഞാൻ വീട്ടിലാണെന്നേ, ഇപ്പോഴും ഫോണിൽ കൂടിയോ? ഈ മനുഷ്യൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയാമണിക്കൊക്കെ സന്തോഷമാവാണ് മാഷിനെ കാണാൻ. അവർ എത്ര റൊമാൻറ്റിക് ആണല്ലോ, ഇത്ര സ്നേഹത്തിലും ഇഷ്ടത്തിലാണല്ലോ കഴിയണത് എന്നാലോചിച്ചിട്ട്. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഞ്ജിമയും മഹേഷും എല്ലാവരും കൂടി ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവർ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്രിയാമണി. അതൊന്നും തന്നെ സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ. ഓരോരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ പറയില്ല, അവസാനം ആകുമ്പോഴേക്കും പ്രിയാമണി സ്വപ്നവല്ലിയും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായല്ലോ. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.